ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവുന്നവർ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ഇലക്ട്ര 5 സ്പീഡ് വണ്ടിയാണ്. അത് വിന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പം പൂർണ്ണമായിട്ട് വിന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ബോഡി ബാക്കിലെ മഡ്ഗാർഡ്, അതേമാതിരി ഫ്രണ്ടിലെ മഡ്ഗാർഡ്, 2 സ്പ്രിംഗ് സീറ്റ്, എയർ ഫിൽട്ടർ, പിന്നെ പുറകിലെ നമ്പർ പ്ലേറ്റ് ഒക്കെയാണ് വിന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിലിപ്പോ നമ്മുടെ ഫോട്ടോയിൽ കണ്ടിട്ട് പല ആളുകളും ഫോട്ടോ അയച്ചിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് പറയാം. അപ്പൊ പല വിന്റേജ് കൺവേർട്ട് ചെയ്യുന്ന വണ്ടികളും ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് മനസ്സിലാക്കി പ്രാക്ടിക്കൽ വൈസ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവും വിന്റേജിലേക്ക് പൂർണ്ണമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ചെറിയൊരു ഷോ പീസ് ഒക്കെ ആയിട്ട് കുറച്ച് കിലോമീറ്റർ മാത്രം ഓടിക്കാനേ പറ്റുള്ളൂ അങ്ങനത്തെ വണ്ടി. ഒരുപാട് ബുദ്ധിമുട്ട്. അതേമാതിരി ക്ലച്ച് ലീവർ ഒക്കെ നമ്മൾ കറക്റ്റ് വിന്റേജിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കേബിൾ എറിഞ്ഞിട്ട് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത, ശരിക്കും അലൈൻമെന്റിൽ ഫിറ്റ് ചെയ്ത് കേബിൾ എറിഞ്ഞ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാതിരി ഇപ്പൊ ഈ സ്പ്രിംഗ് സീറ്റ് ഇതൊക്കെ ഒരു ഷോർട്ട് റൈഡിന് മാത്രമേ പറ്റുള്ളൂ. ഒരു ലോങ് റണ്ണൊക്കെ ശരിക്കും നമുക്ക് വേദനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സീറ്റൊക്കെ സ്പ്രിംഗ് ആക്ഷൻ ഉണ്ടാവുമെങ്കിലും കൂടെ ഇത് പ്രാക്ടിക്കൽ വൈസ് ഫോമൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു കംഫർട്ട് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ ചെറിയ മാറ്റിസ്മാന്റെ സീറ്റൊക്കെ വന്നിരുന്നു. അതൊക്കെ ഇപ്പൊ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഇങ്ങനെ കിട്ടുന്ന സീറ്റ് വിന്റേജ് സീറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്ന സീറ്റ് ഇങ്ങനത്തെ സീറ്റാണ്. പിന്നെ പുറകിലെ ഒരു റൈഡൊന്നും കംഫർട്ട് പറയാൻ പറ്റില്ല. സീറ്ററിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം, എന്നാലും അത്ര കംഫർട്ട് പറയാൻ പറ്റില്ല. ലോങ് റൈഡിന് നമുക്ക് ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കാം. കുറച്ച് ചെറിയ ഒരു ഓട്ടത്തിന്, ഒരു ലോക്കൽ ഓട്ടത്തിനൊക്കെ ഉപയോഗിക്കാന്നല്ല, അത്യാവശ്യം ഒരു ലോങ് ആയിട്ട് ഓടിക്കാനൊന്നും അത്ര കംഫർട്ട് ആയിരിക്കില്ല. പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഇലക്ട്രിന്റെ ഹാൻഡിൽ ബാർ ആയിരുന്നു. അത് കംപ്ലീറ്റ് ക്ലാസിക് ഫസ്റ്റ് വന്ന മോഡലിന്റെ ആ ഒരു ഹാൻഡിൽ ബാർ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. കാരണം ഡിസ്ബ്രേക്ക് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇപ്പൊക്കെ വിന്റേജിന്റെ ഹാൻഡിൽ കൊടുത്തിട്ട്, വിന്റേജ് ഹാൻഡിൽ തന്നെ തീരെ നമുക്ക് ലോങ് റൈഡിന് ഉപയോഗിക്കാം. ലോങ് എന്നല്ല, ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് ഓടിക്കാൻ തന്നെ പറ്റില്ല ഒരു വിന്റേജ് ഹാൻഡിൽ ബാർ. അപ്പോൾ നമുക്ക് കൈക്ക് നല്ല പെയിൻ വരും. പിന്നെ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് ഫ്രണ്ട് കംപ്ലീറ്റ് ഫോർക്ക് ട്യൂബ് അസംബ്ലി കംപ്ലീറ്റ് മാറ്റി. ഇലക്ട്ര എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഫോർക്ക് ട്യൂബ് കംപ്ലീറ്റ് അസംബ്ലി മാറ്റി, കവർ ട്യൂബ് ഇട്ടു, ഫ്രണ്ടിൽ മഡ്ഗാർഡ് ചേഞ്ച് ചെയ്തു, വീൽ സെറ്റ് കംപ്ലീറ്റ് ഫ്രണ്ടും ബാക്കും വീൽ സെറ്റ് മാറ്റിയിട്ടുണ്ട്. ഇത് ആദ്യം അലൈ വീൽസ് ആയിരുന്നു, ഈ ഒരു വീലായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഈ വീല് കംപ്ലീറ്റ് മാറ്റി സ്പോക്ക് വീലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ സൈക്കിൾ ഹബ്ബ് ചെയ്തിട്ടില്ല. ഒറിജിനൽ സൈക്കിൾ ഹബ്ബ് വെക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്ക് വീലൊക്കെ പഞ്ചറായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആ ഒരു കാര്യം അയച്ചെടുക്കാൻ പ്രാക്ടിക്കൽ വൈസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർക്ക് അറിയാത്തവർ കേട്ടോ. പിന്നെ സൈക്കിൾ ഹബ്ബ് വാങ്ങിക്കുന്ന ആളുകൾ ഫ്രണ്ട് ഡ്രൈവ് വരുന്ന ടൈപ്പ് സൈക്കിൾ ഹബ്ബ് കിട്ടാനുണ്ട്. അത് ലുക്ക് വൈസ് ഒക്കെ സെയിം ആയിരിക്കും. ആ സൈക്കിൾ ഹബ്ബ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം ഡിസ്ബ്രേക്ക് ആയതുകൊണ്ട് മാച്ച് ആവില്ല എന്ന് കരുതി നോർമൽ ആയിട്ടുള്ള പുതിയ മോഡലിന്റെ തന്നെ ബാക്ക് വീലും ഫ്രണ്ട് ഡിസ്ബ്രേക്കിന്റെ വീലുമാണ്, ABS ടൈപ്പ് ഡിസ്ബ്രേക്കിന്റെ വീലുമാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പിന്നെ ഈ കളറിനെ കുറിച്ചൊരു കമന്റ് ചെയ്യുക. കളർ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കളർ കസ്റ്റമർ സെലക്ട് ചെയ്ത കളറാണ്. അതുകൊണ്ട് നമ്മൾ കളർ ചെയ്തു. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു ടാങ്കിന്റെ ബാഡ്ജിങ് ആണെങ്കിൽ കറക്റ്റ് എൻഫീൽഡ് എന്നുള്ള ബാഡ്ജിങ് ആണ് വന്നത്. ഇത് വിന്റേജിന്റെ ആണ്, മറ്റേ റോയൽ എൻഫീൽഡ് ആണ് വരിക. അത് കറക്റ്റ് എൻഫീൽഡ് എന്നുള്ള ബാഡ്ജിങ് ആണ് വന്നേക്കുന്നത്. അത് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ എയർ ഫിൽട്ടർ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ടൂൾ ബോക്സ് നിലവിലുള്ള നിലനിർത്തിയിട്ടുണ്ട്. വേറെ ടൂൾ ബോക്സ് ഇത് ബാഡ്ജൊക്കെ വരാനുണ്ട് കേട്ടോ. ചെയ്തിട്ടില്ല, ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇതിന് ബാഡ്ജ് ഇത് ലൈനിങ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇത് ഫൈൻഡ് ചെയ്തിട്ടില്ല, കുറച്ച് വർക്ക് ഉണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് എടുക്കുമ്പം നമ്മൾ മെയിൻ ശ്രദ്ധിക്കാനുള്ളത്, എപ്പോഴും ഒരു വിന്റേജ് പാർട്സ് പെയിന്റിങ്ങിന് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ വിന്റേജ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു പെയിന്റിങ്ങിന് ചിലപ്പോൾ നമ്മുടെ ഷോപ്പിൽ എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലാണ് ചെയ്യുന്നത്. നമ്മളെ ഇതിൽ തന്നെയാണ് പെയിന്റിങ് ആണെങ്കില്ല, ഇലക്ട്രോപ്ലേറ്റിംഗ് മാത്രമേ നമ്മൾ ചെയ്യാത്തുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമല്ല. അപ്പൊ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് വണ്ടിന്റെ മുകളിൽ ഹാൻഡ് മെയ്ഡ് ആണ് വരിക. കറക്റ്റ് ഫ്രണ്ട് മഡ്ഗാണാലും ബാക്ക് മഡ്ഗാണാണെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആണ് വരിക. അപ്പൊ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൈസ് വൈസ് കുറച്ച് ഹൈ ആയിരിക്കും. നോർമലായിട്ട് ഒറിജിനൽ മഡ്ഗാർഡിന്റെ പ്രൈസിനൊന്നും ശരിക്കും വിന്റേജ് മഡ്ഗാർഡ് കിട്ടില്ല. അതേമാതിരി ഇതൊക്കെ ശരിക്കും ഹാൻഡ് വർക്കാണ്. അപ്പം പെയിന്റിങ്ങിന്റെ റേറ്റും കുറച്ച് കൂടുതലുണ്ടാകും. കാരണം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ കുട്ടി വർക്ക് എല്ലാം വരുന്ന ഷേപ്പാക്കി എടുക്കേണ്ട ഒരു അവസ്ഥയിലുണ്ട്. പെയിന്റിങ്ങിന്റെ കോസ്റ്റും കുറച്ച് കൂടാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു വിന്റേജ് ആകുമ്പോൾ. മഡ്ഗാർഡ് ആണെങ്കിലും ബാക്കിലെ മഡ്ഗാർഡ് ആണെങ്കിലും ഈ മഡ്ഗാർഡിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആക്കുക. കാരണം ഒരു നല്ലൊരു ശ്രദ്ധ വേണ്ടതാണ്. കറക്റ്റ് സ്റ്റൈ ഒക്കെ ഇട്ട് കറക്റ്റ് അലൈൻമെന്റ് റെഡിയാക്കി ഹോളൊക്കെ തുളച്ച്, ഞാൻ പറഞ്ഞ ഇതൊക്കെ വിന്റേജിന്റെ നമ്പർ പ്ലേറ്റ് ആണ് വരുന്നത്. നമ്മൾ കൈ കിട്ടുമ്പോൾ ഇതിന് ഹോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടെയിലേറ്റ് കൊടുക്കുന്ന സാധനം വരെ ഹോള് വരെ ഉണ്ടാവില്ല. അതേമാതിരി വയറിംഗ് ഇടാനുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു സ്ട്രിപ്പ് കാര്യങ്ങൾ, വയറിങ്ങിന്റെ മെറ്റൽ സ്ട്രിപ്പ് ഉണ്ടല്ലോ, ബെൽറ്റ്, ആ ഒരു ബെൽറ്റ് കാര്യങ്ങളൊന്നും ഉള്ളിൽ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ അയച്ച് ബെൽഡ് ചെയ്തൊക്കെ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പേ
ശരിക്കും പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വണ്ടീന്റെ മുകളിൽ വെച്ച് ഇത് സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി അലൈൻമെന്റ് റെഡിയാക്കിയ ശേഷം മാത്രം അയച്ചിട്ട് പെയിന്റിങ്ങിന് കൊടുക്കുക. രണ്ടാമത് അയച്ച് പെയിന്റ് ചെയ്തിട്ട് നമുക്കിത് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ ഇവിടെ ഹോൾ ചെയ്ത് തുറക്കേണ്ടൊക്കെ വരും. അപ്പൊ ഒക്കെ പെയിന്റ് ഒക്കെ നാശാവും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുറച്ചുകൂടെ വർക്ക് പെൻഡിങ് ഉണ്ട്. പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് വീഡിയോ കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ കഴിഞ്ഞോളന്നില്ല. കസ്റ്റമറിന് കുറച്ച് തിരക്കുള്ള കുറച്ച് ഇപ്പം വേണം, കുറച്ചായി നമ്മുടെ അടുത്ത് ആയിട്ടെങ്കിലും കുറച്ച് ഇപ്പം വീഡിയോസ് വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് വണ്ടി വേണം എന്നാണ്, നാളെ മറ്റന്നാൾ വണ്ടി വേണം എന്നാണ്. വീഡിയോ ഫുള്ളായിട്ട് കഴിയുന്ന സമയത്ത് ശരിക്കും ലാസ്റ്റ് നെറ്റ് ടൈറ്റ് ചെയ്യാൻ കാത്തിരിക്കും ചിലപ്പോൾ കസ്റ്റമർ വരാൻ. കാരണം അവർക്ക് പുള്ളിക്കാരൻ ലീവില്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് കൊണ്ടുകൊണ്ട് വരാം. അപ്പൊ വീഡിയോ എടുക്കാൻ അപ്പം കഴിയില്ല. ഏതായാലും ഷോർട്സ് ആയിട്ട് ഞാൻ ഇതിന്റെ ഒരു കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പം ഇതിന് നമ്പർ പ്ലേറ്റ് ഇതുമാതിരി ശ്രദ്ധിക്കുക. വിൻഡോ നമ്പർ പ്ലേറ്റിന് ഇൻഡിക്കേറ്ററിന്റെ യാതൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. അത് നമ്മൾ വേറെ ക്ലാമ്പ് വെച്ച് വെൽഡ് ചെയ്തിട്ട് വേണം. ഇൻഡിക്കേറ്റർ ഇപ്പൊ അലൗഡ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ട്രാഫിക്കേറ്റർ നമ്മൾ കറക്റ്റ് വെൽഡ് ചെയ്ത് ഇവിടെ 2 ട്രാഫിക്കേറ്റർ ആയിട്ട് കൊടുക്കണം. പിന്നെ നമുക്കിത് കിട്ടിയത് ഈ രീതിയിലൊന്നും അല്ലായിരുന്നു. കട്ട് ചെയ്ത് ഷേപ്പ് മാറ്റിയിട്ട് വേറെ രീതിയിൽ ഇപ്പം ചെയ്തിട്ടുള്ളതാണ്. കറക്റ്റ് ഇതിലേക്ക് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വയറിങ് കാര്യങ്ങളൊക്കെ ശരിക്കും പുറത്തേക്ക് വരുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഉള്ളിലൂടെ മടക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ചെയ്യാൻ. അപ്പം ഈ ചെയ്യുന്ന സമയത്ത് വയറിങ് വെളിയിൽ കാണും. കാരണം പഴയ വണ്ടികൾക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല, വെറും ടെയിൽ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്കിത് എക്സ്ട്രാ ചെയ്യുമ്പം ഒരു എച്ചുകെട്ടിലായിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ് വസ്തുത. കണ്ട് വൃത്തിയിൽ മാക്സിമം വൃത്തിയിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഷോക്ക് ആബ്സർ ആണെങ്കിൽ വിന്റേജ് ആണ്, കറക്റ്റ് വിന്റേജ് ഷോക്ക് ആബ്സർ ആണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ബാക്കി ഇത് സെൽഫ് സ്റ്റാർട്ട് വണ്ടിയാണ്. ഇപ്പൊ എഞ്ചിൻ ക്രാങ്ക് വെയിറ്റ് കൂട്ടാൻ തോന്നിട്ടില്ല. ക്രാങ്ക് വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രാങ്ക് വെയിറ്റ് വല്ലാതെ ആവശ്യമില്ല. അത്യാവശ്യം ഇലക്ട്രിന്റെ ക്രാങ്ക് വെയിറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ 8 കിലോ ക്രാങ്ക് വെയിറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും, ടോർക്കിൽ ഓടിക്കാൻ പറ്റിയ ക്രാങ്ക് തന്നെയാണ്. പിന്നെ എടുത്ത് പോകണമെങ്കിലും പെട്ടെന്ന് സഡൻ പിക്കപ്പ് കിട്ടണമെങ്കിൽ അറേഞ്ച്മെന്റ് ഉപയോഗിക്കണമെങ്കിൽ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടി തന്നെയാണെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ടില്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് സംശയമുള്ളതാണ് ഇതിൽ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വേറൊരു കാര്യമാണ് ഇങ്ങോട്ട് പറഞ്ഞിരുന്നത്. പിന്നെ ഇതില് ഓയില് ഇതിപ്പോ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. അപ്പൊ ഓയിൽ ഇതിൽ ഒഴിച്ചാൽ മതിയാവില്ല. ഈ ക്യാമ്പിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒരു ഫണൽ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഓയിൽ 250 ഓയിൽ ഇതിലേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഈ ക്യാമ്പിന്റെ സൈഡിൽ കംപ്ലീറ്റ് ഓയിൽ ഫില്ല് ചെയ്യണം. അതുപോലെ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ ഈ മറ്റേ ഫീഡ് പ്ലഗ് അയച്ചിട്ട് ഇതിലെ ഓയിൽ ഒഴിവാക്കണം. ഈ ഓയിൽ ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിക്കണം. അങ്ങനെയാണ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന എന്താണ്, അവർക്ക് വർക്ക് ഈസി ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെയ്യുന്ന രീതിയുണ്ട്. നെറ്റിന്റെയും നെറ്റിന്റെ മുകളിൽ കംപ്ലീറ്റ് ഗ്രീസ് തേക്കുക എന്നുള്ളത്. അപ്പൊ ഒരു കാരണവശാലും ഒരു നെറ്റിന്റെ മുകളിൽ ഗ്രീസ് തേച്ച് ടൈറ്റ് ചെയ്യരുത്. ഗ്രീസ് ടൈറ്റ് ചെയ്താൽ ഇത് ലൂബ്രിക്കേഷൻ ആണ്, വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ അനുസരിച്ച് ആ സ്ക്രൂ അഴിഞ്ഞു പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളൊരു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത് നമ്മൾ ആ സാധനം അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി. ഞാനിപ്പോ ഒരു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല നമുക്ക് ഈസിയായി ടൈറ്റ് ചെയ്യാൻ കഴിയും വേണമെന്ന് കരുതി ഗ്രീസ് കഴിച്ചാൽ അത് ലൂസായി പോരും. അപ്പൊ കംപ്ലീറ്റ് ലൂസായി പോരും. എന്തെന്നായാലും ഒരിക്കലും നിങ്ങൾ നെറ്റിന്റെ ബോൾട്ടിന്റെ ഭാഗത്ത് ഒരു രീതിയിലും ഗ്രീസ് തേക്കുകയാണെങ്കിൽ, ഇപ്പൊ കസ്റ്റമർ ആണ് ഗ്രീസ് തേക്കാൻ, ഗ്രീസ് തേക്കണ്ടെന്ന് തന്നെ പറയണം. അത് ഈസിയായി ടൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ്. അത് ഒരിക്കലും ചെയ്യരുത്. ഗ്രീസ് എങ്ങനെയാണോ നെറ്റ് ബോൾട്ട് ഉള്ള ആ ത്രെഡിന്റെ മുകളിൽ കറക്റ്റ് ടൈറ്റായി കയറ്റിക്കുക, അത് അവിടെ കടന്നോളും. ചില സമയത്ത് നമുക്ക് പിന്നെ ടൈറ്റ് ആക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വണ്ടി ഓടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ല വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ ഒരിക്കലും നമ്മൾ നെറ്റ് ബോൾട്ടിന്റെ മുകളിൽ ഗ്രീസ് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ പല വീഡിയോകളും പറയണമെന്ന് വിചാരിച്ചതാണ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത്. പിന്നെ മെയിൻ ശ്രദ്ധിക്കാനുള്ള റീസ്റ്റോറേഷന്റെ സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള സ്പ്രേ പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് മെറ്റൽ ടു മെറ്റൽ പെയിന്റ് ചെയ്യുന്ന സ്ഥലത്ത് വണ്ടി കൊടുക്കുക എന്നുള്ളത്. പെയിന്റിന്റെ മുകളിൽ ജസ്റ്റ് കുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് വൃത്തിയാക്കുന്ന ഒരുപാട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട്. അപ്പൊ സ്കെള്ളാണെങ്കിലും ടാങ്ക് ആണെങ്കിലും സകല മെറ്റൽ ടു മെറ്റൽ പേ ആക്കിയിട്ട് മാത്രങ്ങൾ റീസ്റ്റോറേഷൻ പെയിന്റ് ചെയ്യുക. കുറച്ച് പ്രൈസ് റേറ്റ് കൂടി കഴിഞ്ഞാലും പെയിന്റ് നിലനിൽക്കണം, പെയിന്റ് ഗ്ലോസ് നിലനിൽക്കണം. ഒരാഴ്ച കഴിഞ്ഞാൽ ആ പെയിന്റ് ഇങ്ങനെ ക്ലിയർ അങ്ങ് താന്നു പോയിട്ട് ആ പേപ്പർ ഇട്ട പാടും പുട്ടിയിട്ട പാടും തെളിഞ്ഞു വന്ന രീതിയിലാവരുത്. അത് ശ്രദ്ധിക്കുക. അപ്പൊ പെയിന്റിങ് കട്ടിങ് പോളിഷിംഗ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഒരിക്കലും ഇതൊന്നും പോളിഷിന് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നോക്കുക, അടുത്തൊന്ന് നോക്കുക. പോളിഷോ കാര്യങ്ങളോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്ന റെഗുലൈസ് ആണ്. ആ പെയിന്റിങ്ങിന് നമ്മൾ 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഈ റെസ്റ്റോറേഷൻ ചെറിയ വിന്റേജ് രൂപത്തിലാക്കിയിട്ടുള്ള. പിന്നെ മെയിൻ പറയാനുള്ള വേറൊരു കാരണം കൂടെ ഉണ്ട്, അവസാനമായിട്ട് പറയാണ്. ഈ RR യൂണിറ്റ് ഇവിടെ നോക്കുക. ഈ RR യൂണിറ്റ് മിക്കവാറും ആളുകളും ടൂൾ ബോക്സിന്റെ ഉള്ളിലേക്ക് ഞാൻ ഇവിടെ വരുന്ന ഒരുപാട് വണ്ടികൾ
ഈ RR യൂണിറ്റ് ടൂൾ ബോക്സിന് ഉള്ളിലേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരിക്കലും ടൂൾ ബോക്സിനെ, അതായത് എയർ തട്ടാത്ത ഭാഗങ്ങൾ ഇത് ഒരിക്കലും ഈ സാധനം കൊണ്ടുവയ്ക്കരുത്. കാരണം ഇത് ബാറ്ററി ചാർജിങ് സിസ്റ്റം ആണ്. അതുകൊണ്ട് ഇതിന് നല്ല ഹീറ്റ് ആവുന്ന സാധനമാണ്. അത്യാവശ്യം ഹീറ്റ് ആവും. ആ ഹീറ്റിന് കൂളിംഗ് സിസ്റ്റം, കൂളിംഗ് ഫിൻസ് വരെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അത് കൂളാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എയർ തട്ടുന്ന ഭാഗങ്ങളിൽ മാത്രം RR യൂണിറ്റ് ഇൻസ്റ്റാൾ. ഒരിക്കലും നമുക്കൊരു അഭംഗിയാണെന്ന് കരുതി അതുകൊണ്ട് ടൂൾ ബോക്സിനുള്ളിൽ നിന്ന് വെക്കരുത് കേട്ടോ. അത് സൂക്ഷിക്കുക. അപ്പൊ ഞാൻ ഇതിന്റെ വീഡിയോ ഇത്രയാണ് റിസോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഷോർട്സിൽ ചെയ്യുന്നതാണ്. അപ്പൊ കംപ്ലീറ്റ് ആയതിനു ഷോർട്ട് വീഡിയോ ചെയ്യും. അത് നിങ്ങൾ കാണാം. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.